നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി ബംഗാൾ സ്വദേശികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക്. ട്രെയിൻ, വിമാന ടിക്കറ്റുകൾ കിട്ടാതായതോടെ കേരളത്തിൽ നിന്നും ബംഗാളിലേക്ക് വോട്ടർമാരുമായി പോയത് 100-ലധികം ടൂറിസ്റ്റ് ബസ്സുകളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി ബംഗാൾ സ്വദേശികളായ തൊഴിലാളികൾ കൂട്ടമായി നാട്ടിലേക്ക് പോയി തുടങ്ങിയതോടെ ട്രെയിനുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ട്രെയിൻ, വിമാന ടിക്കറ്റുകൾ കിട്ടാതായതോടെ കേരളത്തിൽ നിന്നും ബംഗാളിലേക്ക് വോട്ടർമാരുമായി പോയത് 100-ലധികം ടൂറിസ്റ്റ് ബസ്സുകളാണ്. ബംഗാളിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് 23-നും രണ്ടാം ഘട്ടം 29-നുമാണ്. അസാധാരണ തിരക്കാണ് വിവിധ റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൗണ്ടറുകളിൽ ഉള്ളത്. ദിവസേനയുള്ള ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാനില്ല. തിരക്ക് പ്രമാണിച്ച് റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പല കമ്പനികളും അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി ബസ്സുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സുകൾ ബംഗാളിലെ ഉൾഗ്രാമങ്ങളിലേക്കാണ് തൊഴിലാളികളുമായി പോകുന്നത്. വോട്ട് ചെയ്ത് മടങ്ങുന്നതുവരെ ബസ്സുകൾ അവിടെ തുടരും. ബസ്സിൽ പോയി വരാൻ ഒരാൾക്ക് 10,000 രൂപയാണ് ചിലവ്. ഏജന്റുമാരും തൊഴിലാളികൾക്കായി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ പോകുന്ന തൊഴിലാളികൾ മടങ്ങി വരാതിരിക്കുമോ എന്ന ആശങ്ക മൂലമാണ് പല കമ്പനികളും ബസ്സുകൾ ഏർപ്പാടാക്കി നൽകിയത്. ഒരു ബസ് ബംഗാൾ വരെ പോയി വരാൻ 5 ലക്ഷം രൂപ വരെയാണ് ചിലവ്. എറണാകുളത്തു നിന്നും കൊൽക്കത്തയിലേക്ക് 2 ദിവസം കൊണ്ടാണ് ബസ്സുകൾ എത്തുന്നത്. എറണാകുളം, ആലപ്പുഴ, കട്ടപ്പന, പെരുമ്പാവൂർ, ആലുവ തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്നും ബസ്സുകൾ പോകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.